ഹലോ ഗൈസ്, ലുലുന്ന് നട്ട്സ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഉറുമ്പ് വന്നു പറഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്യാത്തതായിരുന്നു. നിങ്ങൾക്ക് കാണാം എപ്പോഴാണ് മേടിച്ചത്. 16/6/2024 പാക്ഡ് ഡേറ്റ്. യൂസ്ഡ് ബൈ 14/9/24 എഴുതിയിട്ടുണ്ട്. 16/6 പറയുമ്പോൾ 16 ജൂൺ 2024 ആണ്. ലുലു, പാലക്കാട് ലുലു എന്നാണ് മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉറുമ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടപ്പോഴാണ് വേസ്റ്റ് ഒരുമാതിരി ക്വാളിറ്റി ഇല്ലാത്ത കണ്ടോ ഒക്കെ ഉണ്ട്. ശരിക്കും ലുലു പറയുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് നോക്കുന്നത്, പക്ഷേ ഇപ്പോൾ ക്വാളിറ്റി തീരെ ഇല്ല. അതുമാത്രമല്ല, വേറൊരു സാധനം കൂടി കണ്ടു, പൂപ്പൽ കണ്ടോ, ഒക്കെ കാണാം. എൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നോക്കൂ, പൂപ്പൽ പോലെ വന്നിട്ടുണ്ട്. ഒരുമാതിരി ക്വാളിറ്റി ഇല്ലാത്ത കേട് വന്ന സാധനമാണത്. ഒട്ടും ക്വാളിറ്റി ഇല്ല. കണ്ടില്ലേ, ഇതെങ്ങനെ കഴിക്കും? കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇതേ ഉള്ളി മൊത്തം കേടാ, ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഉറുമ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടതാണ്. ഇതിപ്പം പൊട്ടിക്കാനും കൂടി കിട്ടുന്നില്ല, അത്രയ്ക്ക് ഹാർഡാണ്. ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. ഇത്രയ്ക്ക് നമ്മൾ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ നല്ല ക്വാളിറ്റി എന്ന് വിചാരിക്കും, പക്ഷേ ഈ പാലക്കാടിൽ ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പറഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് മേടിച്ചത്. ബട്ട് തീരെ ക്വാളിറ്റി ഇല്ല, ഒരുമാതിരി ഉണങ്ങിയ സാധനം. കുട്ടികൾക്ക് എന്ത് വിശ്വസിച്ചിട്ട് കൊടുക്കാം? കണ്ടോ, ഇത്രയും പൈസയും കൊടുത്തിട്ട് സാധനം മേടിച്ച സാധനമാണത്. ഇതേ അതിൻ്റെ 1 കിലോയ്ക്ക് 949 എഴുതിയിരിക്കുകയാണ്. 250 ഗ്രാം മേടിച്ചാണ്, അതിനാണ് ഇത്ര വില. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ മതി. ഇതേ കേട് മാത്രമല്ല, ശ്രദ്ധിച്ച് നോക്കൂ, അതിലെന്തൊക്കെയോ ഒരു സാധനം കണ്ടില്ലേ. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സാധനം. ലോ ക്വാളിറ്റി പറഞ്ഞാൽ ലോ ക്വാളിറ്റി സാധനം. ഉറുമ്പ് വരെ അതിനെ തിന്നാൻ വന്നിരിക്കണം. പൂപ്പൽ കണ്ടോ, പൂപ്പൽ വാറാമേൽ എന്തൊക്കെയൊക്കെയോ പിടിച്ചിരിക്കണം അതിൽ. ഇതാണ് അപ്പോൾ സാധനം മേടിച്ചത്. അടുത്ത സാധനം ഒട്ടും ക്വാളിറ്റി ഇല്ല പറഞ്ഞു, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനം. എന്ത് ചെയ്യാം നമുക്ക്, പൈസ പോയ. കണ്ടില്ലേ, ഇതൊക്കെ എങ്ങനെ കഴിക്കും? ക്വാളിറ്റി ഇല്ലാത്ത സാധനം. മൈ ഗോഡ്,
പിന്നെ അടുത്ത സാധനം ഇത്രയും പൈസയും കൊടുത്ത് മേടിച്ചിട്ട് എല്ലാം മോശമാണ് പറയുന്നില്ല. എന്നാലും നമ്മൾ ഒരു പൈസ കൊടുത്ത് സാധനം മേടിച്ചാണെങ്കിൽ ഇത്രയും അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ സാധാരണ അജ്ഫാൻ എന്നൊക്കെയാണ് മേടിച്ചത്. പാം ട്രീ, അജ്ഫാൻ അങ്ങനെയാണ് സാധാരണ മേടിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട്. പക്ഷെ ഇപ്പം ലുലു വന്നല്ലോ, അവിടെ നല്ല സൂപ്പർ ക്വാളിറ്റി സാധനമാണല്ലോ പറഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് ആദ്യമായിട്ട് മേടിച്ചത് നട്ട്സും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. ഈ നട്ട്സ് മേടിച്ചിട്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ മതി. ഇതാ അടുത്തത് ഒക്കെ എങ്ങനെ കഴിക്കാനാണ്. ക്വാളിറ്റി നോക്കൂലേ, എന്ത് സാധനമാണ് ഇവർ എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഒരുമാതിരി പൊട്ട ക്വാളിറ്റി സാധനം കൊണ്ട് വന്നിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ ഇതിങ്ങനെ വെച്ചതാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ പഴയതായി അതുകൊണ്ട് കേട് വന്നതാണ്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി. ഇന്ന് ഡേറ്റ് 19, മേടിച്ചത് 16. എത്ര ദിവസം തന്നെ ആയി. എന്നിട്ടാണ് ഇതിപ്പം പുറത്ത് മറ്റേ ശരിക്കും അവരുടെ മാനേജർക്കോ അല്ലെങ്കിൽ ഹൈ പോസ്റ്റിലുള്ളവർക്ക് അറിയില്ലെങ്കിലും ഈ ലുലു നടത്തുന്നവർക്ക് അറിയില്ലെങ്കിലും ഒക്കെ കാണണം. അതിൻ്റെ ക്വാളിറ്റിനെ ഇങ്ങനെയാണ് അവർ വിൽക്കുന്നത്. ശരിക്കും ഞങ്ങൾ എറണാകുളത്തിരിക്കുമ്പോൾ ലുലു പറഞ്ഞാൽ എന്ത് സാധനം കൊടുത്താലും ഹൈ സൂപ്പർ ക്വാളിറ്റിയാണ് പറഞ്ഞിട്ട് ഒരു സാധനം വിടില്ല. അവിടെ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാ സാധനവും ലുലുന്ന് മേടിക്കും. അതിൻ്റെ ക്വാളിറ്റി പ്രൈസും എല്ലാം കൂടി നോക്കുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ പാലക്കാടത്തെ ഇത് മോശമാക്കി അവർ. മാതിരി അവൻ്റെ പേര് ലുലുവിൻ്റെ പേര് കിടത്താൻ വേണ്ടിയിട്ട് എന്ത് കാണിച്ചു വെച്ചു. യൂസഫ് അലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും. കണ്ടില്ലേ ഇതെന്ത് സാധനമാണ്, മണ്ണാണ്. അതിൻ്റെ അതിൽ മണ്ണൊക്കെയാണ് തോന്നുന്നു കിടക്കണത്. ഒരു ക്ലീനില്ലാതെ. എൻ്റെ അമ്മ ഇതെന്ത് സാധനമാണ്, മണ്ണാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് ഇട്ട് നോക്കാം നമുക്ക്. ഇതാണ്ട് ക്വാളിറ്റി നോക്കാം. എന്താ പറയുക, ഇത്രയും പൈസയും കൊടുത്ത സാധനം പൂപ്പലും പഴയതും പുളിച്ചതൊക്കെ തന്നാൽ എന്ത് ചെയ്യും. എന്താ തന്ന സാധനം കണ്ടോ. ഒന്നൊക്കെയാണെങ്കിൽ ഇത് ഇത്രയാണ്
മേടിച്ചത് മൊത്തം അതുപോലെ തന്നെയാണ്. വയ്യ. ഒരു സാധനം നല്ലതല്ല പറഞ്ഞു, ഒന്നും നല്ലതല്ല. കണ്ടോ, പൊട്ട ക്വാളിറ്റി പറഞ്ഞാൽ പൊട്ട ക്വാളിറ്റി സാധനമാണ് തന്നിരിക്കുന്നത്. എന്താണത്, ഇതെങ്ങനെ കഴിക്കാനാണ് ഇങ്ങനെ? ഇതൊക്കെ ഇങ്ങനെ തന്ന പൈസയും പോയി. ഇതെന്ത് സാധനമാണ്? എന്തൊക്കെയാ പച്ചയൊക്കെ വന്നിരിക്കണം അതിൽ, പച്ച കളറ്. ഉണ്ടോ? ഇതെന്ത് സാധനം? ഇതാണ് അവർ കഴിക്കാൻ തന്ന സാധനം. തുറക്കാനും പോണ്ട, അത്ര കട്ടിയാണ്. ഇതാ, മൈ ഗോഡ്, ഇതെന്താണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു സാധനം തന്നിരിക്കുന്നത് നമുക്ക് ഇത്രയും പൈസയും കൊടുത്തിട്ട്. ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടുവന്നതാണ്. മനുഷ്യനിവിടെ വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് ഉറുമ്പ് കളഞ്ഞിട്ട് പോവാ പറഞ്ഞാൽ, വെയിലും കൊണ്ട് ഈ സാധനം ഒരുമാതിരി സാധനം തന്നു വെച്ചിട്ട് ഉറുമ്പ് തന്നെ തിന്നിട്ട് പോട്ടെ. അതിനും കാട്ടി നല്ലത് അതായിരിക്കും. വയറ് കേട് വരുന്നതും കാട്ടി നല്ലത്. കണ്ടോ, എന്ത് സാധനം? ഇതൊക്കെ തിന്നാൻ പറ്റുമോ? ഇത് കളയാം. ഇനി അടുത്തത് നോക്കാം, കുറച്ചും കൂടി ഉണ്ട്. വലതും കിട്ടിയാൽ നല്ലത്. വേണ്ടേ അടുത്ത സാധനം? ഇതെന്തത് സാധനം? തന്ന സാധനം സൂപ്പർ സാധനമാണ്. ഇതാ അടുത്തത് കഴിച്ച മൈ ഗോഡ്, ഇതിൻ്റെ അകത്ത് പൂപ്പല എന്തൊക്കെയാ സാധനം കണ്ടാൽ മതി. ഇത് തുറക്കാൻ പറ്റുന്നില്ല, അതാണ് എല്ലാം. തുറന്ന് നോക്കിയാൽ അതിൻ്റെ അവസ്ഥ അറിയില്ല, ഉള്ളിലത്തെ അവസ്ഥ. ചിലതൊക്കെ മേലെ നന്നായിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ ഗംഭീരം. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതിനെയും കാട്ടി മോശം അവസ്ഥയാണ്. എന്തിലെങ്കിലും ഇത്തിരി ഒരു പൊട്ടെങ്കിലും ഒരു ഡാമേജ് പോലെ ഉണ്ടാവും. ഒന്നും നല്ലത് പറയാൻ ഒരു നട്ട്സ് പോലും ഒന്നും നല്ലതില്ല. പറഞ്ഞ പോലെ അവിടെ നിന്ന് ആപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു.
സാധാരണ ആപ്പിൾ മേടിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഇവിടുത്തെ പാലക്കാടത്തെ കാര്യം എന്ന് വെച്ചാൽ എറണാകുളത്ത് നമ്മൾ മേടിച്ച ഒരു സാധനം ഒരു കുറ്റം പറയാനൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ലുലു പോയിട്ട് ആപ്പിൾ മേടിച്ചു. അതിൻ്റെ ഉള്ളിലത്തെ മൊത്തം കറുകറുന്ന ഒരു സാധനങ്ങളാണ്. തിന്നാൻ പറ്റാത്ത സാധനം. ആപ്പിൾ തിന്നൊക്കെ ചെയ്യാം, പക്ഷെ അത്ര നല്ലതല്ല. ചിക്കു മേടിച്ചു, ചിക്കോലും കേടായിരുന്നു. പിന്നെന്താ മേടിച്ച്? പഴം, ഫ്രഷ് പഴം, നല്ല റേറ്റുള്ള മറ്റേ റോബസ്റ്റ പോലത്തെ ഒരു പഴമാണ്. പക്ഷെ അത് റോബസ്റ്റ ഇല്ല, അതിനെക്കാട്ടി കുറച്ച് വില കൂടിയത് വേറെ പഴമാണ്. പേരെനിക്കറിയില്ല. അപ്പോൾ അത് നോക്കിയപ്പോൾ പച്ചയാണ് നമ്മൾ മേടിച്ചത്. അത്ര പഴുത്തിട്ടില്ല, എന്നാലും അത്ര പച്ചയല്ല, അങ്ങനത്തെ. അതിലും എന്തൊക്കെയോ ഒരു ഇതുണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചാൽ നമ്മൾ എടുത്താൽ വേണ്ടിയാണ്. പക്ഷേ ഈ നട്ട്സിൽ ഇത്രയും കേടുണ്ട് എന്ന് വിചാരിച്ചേ ഇല്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ട്രോബെറി മേടിച്ചായിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ടും അതിൽ പൂപ്പൽ വന്നിരിക്കുന്നു. അതാണ് അവസ്ഥ. എന്താ അറിയില്ല. പാലക്കാടത്തെയാണ് കേട്ടോ. പാലക്കാടത്തെ ക്വാളിറ്റി പേര് കെടുത്താൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയാണ്. കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ എന്ത് മേടിക്കുകയാണെങ്കിൽ നോക്കി മേടിക്കുക. ഡേറ്റൊക്കെ ഉണ്ടെങ്കിലും രക്ഷയില്ല, മോശം സാധനമാണ്. ഓക്കെ എന്നാൽ.